ബീഹാറിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര സമാപനത്തിലേക്ക് പട്നയിൽ വമ്പൻ റാലിയുമായി രാഹുൽ ഗാന്ധി പങ്കെടുത്ത് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. വിവരങ്ങളുമായി രാജേഷ്, വമ്പൻ റാലിയുമായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പട്നയിലേക്കുള്ള വരവ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആരൊക്കെയുണ്ട് ഇപ്പോൾ അവിടെ? കാളിദാസൻ, ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ഒരു ശക്തി പ്രകടനമാക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അതിനടിസ്ഥാനത്തിൽ 2.5 ലക്ഷത്തിലധികം പേരാണ് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് തുടങ്ങിയ ഈ പരിപാടി അല്ലെങ്കിൽ പൊതുയോഗത്തിന് സംസ്ഥാന അല്ലെങ്കിൽ രാജ്യത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും നേതാക്കളും അണികളും അണിനിരന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ഈ സമാപന ചടങ്ങ് ആദ്യം ഗാന്ധി മൈതാനിയിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇപ്പോൾ അംബേദ്കർ പാർക്കിലേക്കാണ് ഒരു പദയാത്ര പോകുന്നത്. അതാണ് ഈ വോട്ടർ അധികാർ യാത്രയിലെ സമാപനത്തിലേക്ക് കടക്കുന്നതിനുള്ള അവസാന ഒരു പരിപാടി അല്ലെങ്കിൽ ചടങ്ങായിട്ടുള്ളത്. എന്തായാലും ഈ വോട്ടർ അധികാർ യാത്രയിലൂടെ ഈ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നിച്ചു നിന്ന നേതാക്കളെല്ലാം ഒരു കുടക്കീൽ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് ആഴി എന്നതാണ് ഇപ്പോൾ ഈ വോട്ടർ അധികാർ യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ഒരു ശക്തി പ്രകടനമാക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ടാക്കാനും ഇന്ത്യ മുന്നണിക്ക് അധികാരം പിടിക്കാനും ഈ ഒരു സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റത്തിന് സാധ്യത ഒരുങ്ങുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും നിരവധി നേതാക്കളാണ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ നിരവധി നേതാക്കളാണ് ഈ സമാപനം അല്ലെങ്കിൽ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ ഡി രാജ അടക്കമുള്ള ആനി രാജ അടക്കമുള്ള നേതാക്കളും CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന യൂസഫ് പത്താനും ലളിതേഷ് ത്രിപാഠിയും അടക്കമുള്ള നേതാക്കളും ഈ സമാപന ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും 16 ദിവസം നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്രയിൽ ഒരു വമ്പിച്ച ഒരു വിജയം തന്നെയാണെന്നാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പും വ്യക്തമാക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കത് വോട്ടാക്കി മാറ്റാനും ഒരു സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റത്തിന് സാഹചര്യം ഒരുക്കാനും ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയ്ക്ക് സാധിച്ചു എന്നതാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പുകളും വിലയിരുത്തുന്നത്. എന്തായാലും 1300 കിലോമീറ്ററുകളാണ് ഈ യാത്ര രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര സഞ്ചരിച്ചത്. 20 ജില്ലകളിലായി 110 നിയമസഭാ മണ്ഡലങ്ങളിൽ വമ്പിച്ച വരവേൽപ്പാണ് ഈ യാത്രയ്ക്ക് ലഭിച്ചതായാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ കക്ഷി പാർട്ടികൾ എന്തായാലും വിലയിരുത്തുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിലായിരിക്കും ഇതിൻ്റെ ഒരു സമാപന ചടങ്ങ് നടക്കുക. അവസാന ചടങ്ങ് എന്ന രീതിയിൽ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു സമാപനത്തിലേക്ക് കടക്കാൻ പോകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ വോട്ടർ അധികാർ യാത്ര ഇന്ത്യ സഖ്യത്തിലെ ഈ ഭിന്നിച്ചു നിന്ന നേതാക്കളെല്ലാം കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, സച്ചിൻ പൈലറ്റ്, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, കനിമൊഴി തുടങ്ങിയ നേതാക്കളെല്ലാം ഈ യാത്രയിൽ അണിനിരന്നു. എന്തായാലും ഈ 16 ദിവസം നീണ്ടുനിന്ന ഈ യാത്ര സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റത്തിന്റെ സാഹചര്യം ഒരുക്കുമെന്ന വിലയിരുത്തലിലാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. കാളിദാസ്. ശരി, രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.